കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ ദിവസത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചുരുങ്ങി തന്ന എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ നാഥ, ഞങ്ങൾ കേട്ട വചനങ്ങൾ ഓരോന്നും ഞങ്ങളുടെ ജീവിതത്തിന് പരിവർത്തന ഹേതുവായി അങ്ങ് തന്നെ മാറ്റണമേ. ആ വചനത്തിന് പറഞ്ഞ പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമുള്ളതായി തീരുവാനും തമ്പുരാനെ നീ തന്നെ കൃപ ചൊരിയണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നിന്നെ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. സ്നേഹവാനായ ദൈവമേ, അബ്രഹാത്തെ പോലെ ബലിപീഠത്തോട് ചേർന്നു നിൽക്കുവാനും ജോബിനെ പോലെ അങ്ങയുടെ സംരക്ഷണം ലഭിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹവാനായ ദൈവമേ, ദിവ്യകാരുണ്യ യേശുവേ, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശുവെ സ്തുതി. നമുക്ക് സ്തുതിക്കാം, സ്വരം ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ബലിപീഠത്തോട് ചേർന്ന് നിൽക്കണം. ബലിപീഠത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും. അപ്പോസ്തലന്മാരെ പോലെ നാം വിശ്വസിക്കണം എന്നൊക്കെ നാം പറഞ്ഞു. എനിക്കറിയാം, ഇതിന് വ്യക്തമായ നിയതമായ നിയമങ്ങളും വ്യക്തമായ മാർഗരേഖകളും ഒന്നുമില്ല. ഈ കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞു ഒരുങ്ങി വന്നതൊന്നുമല്ല. എവിടെ ജീവിതത്തിൻ്റെ പഠന മേഖലകളിൽ ഓരോ ദിവസവും വായനയിലൊക്കെ കണ്ടുമുട്ടിയ വചനങ്ങൾ കേട്ട് മറന്ന് മുഴുവൻ ഞാൻ വായിച്ച് ധ്യാനിച്ചെടുത്തതാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. പലരും പറഞ്ഞു കേട്ട വചനങ്ങളും വായിച്ചപ്പോൾ ചിലപ്പോൾ തോന്നിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയും സ്പർശിച്ചൊരു കാര്യമുണ്ട്. നമ്മളെ ചുറ്റും അപകടങ്ങളുടെ ഒരു മേഖല തന്നെയുണ്ട്. നമുക്ക് ചുറ്റും സംരക്ഷണം ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പറയുകയുണ്ടായി, യേശുനാഥന്റെ പടം വരയ്ക്കാനും യൂദാസിന്റെ പടം വരയ്ക്കാനും ഡാവിഞ്ചി ഒരാളെ തന്നെ തിരഞ്ഞെടുത്തു എങ്കിൽ ജീവിതത്തിന്റെ പല മേഖലകളിലൂടെ കടന്നു പോകുന്ന നമുക്കും സംരക്ഷണം ആവശ്യമായിട്ടുണ്ട്. അവ എങ്ങനെ നമുക്കിതിനെ അപകടങ്ങളെ തരണം ചെയ്യാം എന്ന് സങ്കീർത്തനം 119:11 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 119:11 ഇത് പറയുകയാണ്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുക. അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ 2 സിസ്റ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ധ്യാനകേന്ദ്രത്തിൽ ഇപ്പൊ അട്ടപ്പാടിയിലെ 2 സിസ്റ്റേഴ്സ്. ഈ സിസ്റ്റേഴ്സ് യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലോപ്സ് നമ്മളാണ് എന്തിരിക്കും, നീ കൊടുത്തിരിക്കുന്ന സാരി വളരെ മനോഹരമായിരിക്കുന്നത് എവിടെ നിന്നാ മേടിച്ചേ, ആലുകാസിന്നാ അല്ലേ, ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. അല്ലെങ്കിൽ ചോദിക്കാൻ സ്വത്തിനൊക്കെ ഇപ്പൊ എന്താ വില, കസ്തൂരി രംഗൻ ഇറങ്ങിയ പിന്നെ നാട്ടിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല, കച്ചവടം നടക്കുന്നില്ലെന്നേ, പണ്ടത്തെ പോലെ ഒന്നും അല്ല, റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റൊക്കെ അങ്ങ് പൊളിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് നമ്മളാൾക്കെയാണ് ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്നത്. അവർ രണ്ടുപേരും വണ്ടിയിൽ കയറി എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്ന അവസരത്തിലാണെങ്കിലും അല്ലെങ്കിൽ ചുമ്മാ നടക്കുന്ന അവസരത്തിലാണ് ഇവർ രണ്ടുപേരും കൈകോർത്ത് പിടിച്ചാൽ നടക്കുകയുള്ളൂ. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ കണ്ടുമുട്ടുന്ന എപ്പോഴും ദൈവവചനം പറയുകൊണ്ടായിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ദൈവവചനം പറയുന്നത് ഇങ്ങനെ വലിയ തിയോളജിക്കൽ സബ്ജക്ട്സ് അങ്ങനെ വല്ലതും എടുത്തിട്ട് ഇപ്പം എന്തുവാ
ഒരു കാര്യം എടുത്ത് വചന പ്രഘോഷണത്തെ പറ്റിയുള്ള ദൈവവചനങ്ങൾ ഇന്ന് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊന്നുമല്ല. അവര് ദൈവവചനം പറയുന്ന ദൈവവചനമാണ് പറയുന്നേ, പക്ഷെ പറയുന്ന മുഴുവൻ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുദിന ജീവിതത്തിൽ വായിച്ച കാര്യങ്ങളൊക്കെ. പക്ഷെ വാ തുറന്ന അവർക്ക് ദൈവവചനേ വരത്തുള്ളൂ. വാ തുറന്ന അവർക്ക് ദൈവവചനേ വരത്തുള്ളൂ. സങ്കീർത്തനം പറയുകയാണ് 119:11 പറയുകയാണ്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോ അപകടങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു വഴി ഇതാണ്: വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക, ഉച്ചരിക്കുക. വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക, ഉച്ചരിക്കുക. രണ്ടാമത്തെ കാര്യം ഇതാണ്: ദാനധർമ്മങ്ങൾ ചെയ്യുക. ദാനധർമ്മങ്ങൾ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവദൂതന്മാർ നമ്മുടെ സംരക്ഷകരായിട്ട് വരും. ദാനധർമ്മങ്ങൾ ചെയ്ത ദൈവദൂതന്മാർ സംരക്ഷകരായിട്ട് വരും. തോബിദിന്റെ ഒരു പുസ്തകമുണ്ട്, തോബിദ്. ഈ തോബിദിന്റെ പുസ്തകത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. തോബിദിന്റെ മകനായ തോബിയാസിന് വിവാഹപ്രായമായി. അപ്പം വിവാഹപ്രായമായപ്പോ മകനെ ദൂരദേശത്തേക്ക് അയക്കണം. തന്റെ ബന്ധു, ഒരു ദൂരദേശത്ത് ഒരു ബന്ധുവുണ്ട്. ഈ ബന്ധുവിന്റെ അടുത്ത് ചെന്ന് കുറെ കടം കൊടുത്ത പണം തിരികെ കിട്ടാനുമുണ്ട്. അവളുടെ പുത്രിയെ സാറായി വിവാഹം കഴിയുകയും ചെയ്യാം. പക്ഷെ മകനെ വിടാൻ ഈ പിതാവിന് ഒട്ടും താല്പര്യമില്ല. കാരണം വെച്ചാൽ ദൂരേക്ക് പോകാൻ വേണ്ടി കൂടെ വിടാൻ ആരുമില്ലല്ലോ, കൂടെ വരാൻ ആരുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം മകൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ കണ്ടു സുമുഖനായ ഒരുത്തൻ വഴിയരികിൽ നിൽക്കുന്നു. അവനോട് ചോദിച്ചു, നീ ഇന്ന പോലെ സാറായി വിവാഹം കഴിക്കാൻ പോവുകയാണോ? പിതാവിന് തിരികെ കിട്ടാനുള്ള പണം മേടിക്കാൻ പോവുകയാണോ? നീ വഴിയാത്രയ്ക്ക് ഒരു സഹയാത്രികനെ ആവശ്യപ്പെട്ടിരിക്കുകയാണോ? നിനക്ക് ഞാൻ സഹയാത്രികനായിട്ട് വരാമെന്ന് പറയും. മകന് ഭയങ്കര സന്തോഷമായി. സഹയാത്രികനെ കിട്ടും, അവന്റെ കൂട്ടത്തിൽ പോയ പെണ്ണിനെ കിട്ടാം, പണവും കിട്ടും. യാത്രയായി തിരികെ വന്നു. തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സഹയാത്രികനായ പോയ യുവാവിന് സദ്യ ഒരുക്കി തോബിത്. തോബിതും മകനും കുടുംബവും ചേർന്ന് സദ്യ ഒരുക്കി കഴിഞ്ഞപ്പോ തോബിത് ചോദിച്ചു, സഹോദരന്റെ പേരെന്താണ്? ആ സഹയാത്രികനായി പോയവൻ യുവാവ് പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന റഫായേൽ ആണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിക്കുകയും അവിടുന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി നിങ്ങൾക്ക് തരികയും ചെയ്യുന്ന ദൈവദൂതന്മാരിൽ മുഖ്യദൂതന്മാരിൽ പ്രധാനിയായ റഫായേലാണ് ഞാൻ. നിന്റെ മകന് സംരക്ഷണത്തിനായി ഞാൻ നൽകുകയാണ്. തോബിത് കണ്ണും നട്ടുപോയി. കണ്ണും നട്ടിങ്ങനെ ഇരിക്കുകയായി. ഇതെന്താ സംഭവിക്കുന്നത്? ദൈവദൂതൻ വരികയാണോ? കാര്യം അന്വേഷിച്ച് പറയുകയാണ്, ഭക്ഷണമേശയിൽ നിന്ന് പോലും എഴുന്നേറ്റ് പോയി മരിച്ചവരെ സംസ്കരിക്കാൻ മാത്രം നിന്റെ ദാനധർമ്മം അത്ര വലുതായിരുന്നു. നീ പാവങ്ങളെ സഹായിക്കുകയും അശരണർക്ക് ശരണമായി തീരുകയും അനാഥരെ സംരക്ഷിക്കുകയും ചെയ്യപ്പോൾ നിന്റെ ദാനധർമ്മം സ്വർഗത്തിൽ എണ്ണപ്പെട്ടു. അതിനാൽ ദൈവം നിനക്ക് സംരക്ഷകനായി, നിന്റെ പുത്രന് സഹയാത്രികനായി ദൈവദൂതനായ എന്നെ അയച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവദൂതന്മാരുടെ സംരക്ഷണം ലഭിക്കണമെങ്കിൽ നാം ദാനധർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അതരത്തിൽ ഉച്ചരിക്കുകയും ചെയ്യണം. ദൈവദൂതന്മാർ സംരക്ഷണകരായി വരണമെന്നുണ്ടെങ്കിൽ നാം നന്മ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യണം. ഇതൊക്കെ ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാറ്റിലും ഉപരി അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ ഒരു നാമം യേശുനാമം മാത്രമാണ്. എല്ലാ നാമങ്ങൾക്കും എല്ലാ ശക്തികൾക്കും അതീതമായ ശക്തി ദൈവത്തിന്റെ ശക്തി മാത്രമാണ്. അപ്പോസ്തലന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്ത് കാര്യം പറഞ്ഞാലും പൊന്നോ വെള്ളിയോ ഒന്നും തരാനില്ല, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അപ്പോ നാം എന്ത് കാര്യം ചെയ്താലും ചെയ്തു നോക്കിക്കേ, യേശുവിന്റെ നാമത്തിൽ ചെയ്തു നോക്കിക്കേ. വഞ്ചനയ്ക്കൊന്നും നമ്മുടെ കൈ പൊങ്ങുകയില്ല, കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യം വരികയില്ല. യേശുവിന്റെ നാമത്തിൽ ചെയ്താൽ എല്ലാം ദൈവമഹത്വത്തിനായി ഉദ്യമപ്പിക്കും. പ്രിയമുള്ളവരെ, അപ്പൊ 3 കാര്യങ്ങളാണ് പാപം ചെയ്യാതിരിക്കാനും വഞ്ചന ചെയ്യാതിരിക്കാനും പാപത്തിലേക്ക് വീഴാതിരിക്കാനും ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കാനും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. 1, യേശുവിന്റെ നാമം ഉച്ചരിക്കുക, യേശുവിന്റെ നാമം പ്രഘോഷിക്കുക. യേശുവിന്റെ നാമം ഉച്ചരിക്കുക, യേശുവിന്റെ നാമം പ്രഘോഷിക്കുക. 2, ദൈവവചനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അധരത്തിൽ ഉച്ചരിക്കുക. ദൈവവചനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അധരത്തിൽ ഉച്ചരിക്കുക. സങ്കീർത്തനം വീണ്ടും ചോദിക്കുന്നുണ്ട്, യുവാവ് എപ്രകാരം തന്റെ ജീവിതത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും,
ദൈവകൽപ്പനകളിൽ വ്യാപരിച്ചുകൊണ്ട് ദൈവവചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് സങ്കീർത്തനം ചോദിക്കുകയാണ്, യുവാവ് പ്രകാരം തന്റെ ജീവിതത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും. ദൈവവചനത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവകൽപ്പന പ്രകാരം ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും പാപത്തിലേക്ക് വീഴാതിരിക്കാൻ നാമും സങ്കീർത്തനം പറയുന്നത് പോലെ ഹൃദയത്തിൽ വചനം സൂക്ഷിച്ച് അതരത്തിൽ ഉച്ചരിക്കണം. നമുക്ക് ദൈവദൂതന്മാരുടെ സംരക്ഷണം ലഭിക്കണമെങ്കിൽ നാം ദാനധർമ്മത്തിന് വേണ്ടി നമ്മുടെ കരങ്ങളെ നീട്ടണം. എപ്പോഴാണ് സക്കേവൂസ് അനുഗ്രഹിക്കപ്പെട്ടത്? സക്കേവൂസ് അനുഗ്രഹിക്കപ്പെട്ടത് തന്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുത്തപ്പോഴാണ്. താൻ വഞ്ചിച്ചെടുത്തിട്ടുള്ളതിന്റെ 4 ഇരട്ടി വീതം വീതിച്ചു കൊടുത്തപ്പോഴാണ് സക്കേവൂസിന്റെ ഭവനത്തിൽ യേശുനാഥൻ പ്രവേശിച്ചിട്ട് പറയുന്നത്, ഇന്ന് ഈ ഭവനവും അനുഗ്രഹിക്കപ്പെട്ടു, ഇവനും അബ്രഹാത്തിന്റെ പുത്രനാണ്. എന്താ അബ്രഹാം ചെയ്തത്? അബ്രഹാത്തിന്റെ പുത്രൻ എന്ന് അവൻ സക്കേവൂസ് വിളിക്കപ്പെടുന്നുണ്ടെങ്കിൽ അബ്രഹാം ചെയ്ത ഇതാണ്. സഹോദരപുത്രനായ ലോത്തിനോട് പറഞ്ഞു, ലോത്തെ, നിനക്കിഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തുകൊള്ളുക. നീ വലത്തേക്ക് പോകുന്നെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോകും, നീ ഇടത്തേക്ക് പോകുന്നെങ്കിൽ ഞാൻ വലത്തേക്ക് പോകും. ഇപ്രകാരം ദാനധർമ്മം ചെയ്യാൻ സന്നദ്ധനായതുകൊണ്ടാണ്. അതിനുശേഷം പറയുകയാണ്, 3 ദൈവദൂതന്മാർ അബ്രഹാത്തിന്റെ ഭവനം സന്ദർശിച്ചു. ദൈവദൂതന്മാരെ പോലുള്ള 3 പേർ അബ്രഹാത്തിന്റെ ഭവനം സന്ദർശിച്ചു. സക്കേവൂസ് അത് തന്നെയല്ലേ ചെയ്തത്? ഉള്ളതെല്ലാം വിട്ടുകൊടുക്കാൻ പറയുമ്പോ എന്താ അനനിയാസിനും സഫീറായ്ക്കും സംഭവിച്ചത്? അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ സ്വത്ത് വിറ്റിട്ട് പകുതി കൊണ്ട് കുഴിച്ചിട്ടിട്ട് പത്രോസിന്റെ മുന്നിൽ ചെന്ന് ചോദിച്ചു. പത്രോസ് ചോദിച്ചു, ഇത്രയേ ഉള്ളോ? അവൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. എന്നാ പത്രോസ് പറഞ്ഞു, നന്നായി വരട്ടെ. അവൻ നന്നായി വന്നു, എടുത്തടിച്ചൊരട്ടെ വീഴ്ച. ഭാര്യ സഫീറ വന്ന് പത്രോസ് ചോദിച്ചു, ഇത്രയേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ, നന്നായി വരട്ടെ. അവള് നന്നായി വന്നു. മൂടി വെക്കപ്പെട്ടിടത്തൊന്നും ദൈവം പ്രവർത്തിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ദൈവദൂതന്റെ സംരക്ഷണം ലഭിക്കാൻ, സ്വർഗത്തിന്റെ സംരക്ഷണം ലഭിക്കാൻ നമുക്ക് ദാനധർമ്മത്തിലേക്ക്, നന്മ പ്രവർത്തികളിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടണം. ഇതൊക്കെ ദൈവവചനം നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ക്രോഡീകരിക്കാം. സ്തുതിക്കുക, ക്ഷീണം മാറാൻ വേണ്ടി സ്തുതിക്കുക. നമ്മുടെ ജീവിതം നവീകരിക്കപ്പെടാൻ വേണ്ടി, നമ്മുടെ ക്ഷീണങ്ങളൊക്കെ അകറ്റപ്പെടാൻ വേണ്ടി, നമ്മുടെ ഹൃദയം ജ്വലിപ്പിക്കപ്പെടാൻ വേണ്ടി ദൈവവചനത്തെ വായിക്കുക. വിശുദ്ധ കുർബാനയോട്, ജീവന്റെ അപ്പത്തോട് ചേർന്ന് നിൽക്കുക. ജീവന്റെ അപ്പത്തോട്, ബലിപീഠത്തോട് ചേർന്ന് നിന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾ നമ്മിൽ നിറവേറും. അബ്രഹാത്തെ പോലെ നാമും അനുഗ്രഹിക്കപ്പെടും. ജോബിനെ പോലെ നമ്മുടെ സ്വത്തിന് ചുറ്റും വേലി കെട്ടി കാവൽ നിൽക്കും. ബലിപീഠത്തിന്റെ മുമ്പിൽ നമ്മൾ ആവശ്യങ്ങൾ നാം നിരത്തി വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നാം വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ അത്ഭുതമായി നമുക്ക് വേണ്ടി ദൈവദൂതന്മാർ അധ്വാനിക്കും. നമുക്ക് വേണ്ടി ഹെസക്കിയായ്ക്ക് ദൈവദൂതന്മാർ സഹായം കൊടുത്തതുപോലെ നമുക്ക് വേണ്ടി ദൈവദൂതന്മാർ അധ്വാനിക്കും. വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഏത് കാര്യവും, ഏത് വലിയ ജെറിക്കോ കോട്ടയാണെങ്കിലും നിലം പതിക്കും. 5 അപ്പമേ ഉള്ളൂ, വീട്ടിൽ 1 മണി ധാന്യമേ ഉള്ളൂ, 5 വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അതൊരു കലമായിട്ട് മാറും. ദാനം ചെയ്ത നമുക്കൊരിക്കലും കുറവ് സംഭവിക്കുകയില്ല. ഏലിയ പ്രവാചകൻ വിശന്ന് വലങ്ങി ഓടിപ്പോയ വഴിക്ക് ഒരു വിധവയുടെ വീട്ടിൽ ചെന്നു. വിധവയുടെ വീട്ടിൽ ചെന്നിട്ട് വിധവയോട് പറഞ്ഞു, വിധവയും മകനും മാത്രമേ ഉള്ളൂ വീട്ടിൽ ചെന്നപ്പം വിധവയോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. വിധവ എടുത്ത് വായിക്ക് പറഞ്ഞു, ഇവിടെ ഒരിടങ്ങഴി മാവും അത് ചുടാനുള്ള എണ്ണയേ ഉള്ളൂ, ഒരപ്പം തന്നെ ചുടാനുള്ള തയ്യോന്ന് അറിയത്തില്ല. എലിയ പറഞ്ഞു, എന്തായാലും വേണ്ടല്ല, നീ പോയി ചുട്ടോണ്ട് വരാൻ പറഞ്ഞു. ചുട്ടോണ്ട് വന്നു, ഏലിയായ്ക്ക് കൊടുത്തു. ദൈവവചനം പറയുകയാണ്, കലത്തിലെ മാവ് ഒരിക്കലും കുറഞ്ഞിട്ടില്ല, കലശത്തിലെ എണ്ണ തീർന്നു പോയിട്ടുമില്ല. ദാനധർമ്മം ചെയ്ത ഒരിക്കലും കുറവുണ്ടാവുകയില്ല. ഈ ദാനധർമ്മം ചെയ്യുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആർക്ക് ദാനധർമ്മം ചെയ്യണം? ദൈവത്തിന് കൊടുക്കണം, ദരിദ്രർക്ക് കൊടുക്കണം, അയൽപ്പക്കക്കാർക്ക് കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദാനധർമ്മത്തിൽ തന്നെയുണ്ട്. ആ കാര്യങ്ങളിലേക്കെല്ലാം ഒന്നും പോകുന്നില്ല. എങ്കിലും ദാനധർമ്മം ചെയ്താൽ നമുക്കൊരിക്കലും കുറവുണ്ടാകുകയില്ല. നാം നന്മ പ്രവർത്തികളിലും ദാനധർമ്മങ്ങളിലും നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച ദൈവദൂതന്മാർ സ്വർഗം തന്നെ നമുക്ക് സംരക്ഷണമായി വരും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദൈവവചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട്
കർത്താവിനെ സ്തുതിച്ച് ഏകദേശ സമയമായി. കർത്താവിനെ സ്തുതിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമായിട്ട് നിയതമായ നിയമങ്ങളോടുകൂടി ഒരുങ്ങി വന്നതൊന്നുമല്ല. എവിടെയൊക്കെയോ വായിച്ച് കേട്ട് മറന്ന കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കുറവോ കുറ്റമോ ഒന്നും എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടെ ജീവിത നവീകരണത്തിന്, എൻ്റെ തന്നെ ജീവിത നവീകരണത്തിന് ഈ വചനമൊക്കെ ഉപോത്ബലകമാകട്ടെ, സംരക്ഷണമാകട്ടെ. എല്ലാവരും ഈ വചന ശുശ്രൂഷയിലും ഇന്നത്തെ ഈ ഒരു ദിവസത്തെ മുഴുവൻ ആരാധനയിലും എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിട്ട് രോഗികളായി കടന്നു വന്നിരുന്നവർക്ക് സൗഖ്യം ലഭിക്കട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും എല്ലാം ഈ സമയം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. തമ്പുരാന്റെ ഇഷ്ടമുള്ള രൂപം ഒരു നിമിഷം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. തിരുഹൃദയത്തിൻ്റെതാകാം, മുൾമുടി ധരിച്ചിരിക്കുന്ന യേശുനാഥൻ്റെതാകാം, കുരിശു ചുമന്ന് നീങ്ങുന്ന യേശുനാഥൻ്റെതാകാം, കുരിശിൽ ബലിയായി തീരുന്ന യേശുനാഥൻ്റെതാകാം, ഉണ്ണീശോയുടേതാകാം, ബാലനായ യേശുവിൻ്റെതാകാം, സൗഖ്യപ്പെടുത്തുന്ന തമ്പുരാൻ്റെതാകാം, കരുണാമയനായ ദൈവത്തിൻ്റെതാകാം. തമ്പുരാനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വിശ്വാസത്തോടുകൂടി വിളിക്കുക. സ്നേഹവാനായ ദൈവമേ, ഈ ദിവസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ അങ്ങ് കേൾക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റി തരണമേ. ഞങ്ങളുടെ രോഗികളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളിൽ ബന്ധനസ്ഥരായുള്ളവരെ വിടുവിക്കണമേ. ഈ പ്രദേശത്തെ അനുഗ്രഹിക്കണമേ. ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷയും അനുഗ്രഹമുള്ള, അഭിഷേകമുള്ള, അനുഗ്രഹങ്ങൾ പെയ്തിറക്കുന്ന ശുശ്രൂഷകളാക്കി മാറ്റണമേ. ഇവിടുത്തെ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹവാനായ യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഇരിക്കാം. ഇനിയും വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്ത് തമ്പുരാന്റെ മുമ്പിൽ യേശുനാഥൻ ദിവ്യകാരുണ്യത്തിലൂടെ നമ്മിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ഏറെ യോഗ്യതയോടുകൂടി അവിടുത്തെ സ്വീകരിക്കുവാനും അനുഗ്രഹത്തിന്റെ മൂർത്തിഭാവം, അനുഗ്രഹത്തിന്റെ ദാതാവ് തന്നെ കടന്നു വരുമ്പോൾ അവിടുന്ന് ഉദ്ദേശിക്കുന്ന, അവിടുന്ന് ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മെ യോഗ്യരാകുന്നതിന്, ഏറെ യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഒരുങ്ങാം. പ്രിയമുള്ളവരെ, ഏറെ ഒരുക്കത്തോടുകൂടി വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി പരികർമ്മം ചെയ്യുന്നവർ വിശുദ്ധരാകും എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. പരിശുദ്ധനായ, പരമപരിശുദ്ധനായ തമ്പുരാൻ നമ്മിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ തമ്പുരാനെ അവിടുത്തെ യോഗ്യതയോട് സ്വീകരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റു പറയാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ദൈവനാമത്തിൽ പ്രത്യേകമായ നന്ദി.